നിങ്ങൾ മീൻ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു സവാള അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കപ്പ് തേങ്ങ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് പച്ചമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് മതി നമ്മുടെ മീൻ കറി റെഡിയായി കിട്ടും. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ അടച്ച് വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.